കലയും ജീവിതവും ഭാഗം 6. വേദിയിൽ പ്രത്യക്ഷമായി ഭാവവൈവിധ്യങ്ങൾ പ്രകടമാക്കുന്ന കാരണോർജ്ജ വിനിമയം ഒരു പ്രദർശനത്തിന് ശേഷം സ്മൃതിയായി മാത്രം അവശേഷിക്കുന്നതുമാകുന്നു. ഭാവവൈവിധ്യങ്ങൾ പ്രകടമാക്കി കലയായി അവതരിച്ച കാരണോർജ്ജ വിശേഷങ്ങൾ ദൃശ്യശ്രാവ്യ അവസ്ഥകൾ നഷ്ടപ്പെട്ടതിന് ശേഷവും ജീവന്റെ സൂക്ഷ്മകേന്ദ്രമായ തലച്ചോറിൽ നിക്ഷിപ്തമാവുകയും ഓർമ്മയായി അനുഭവമായി ജീവനിൽ പടർന്ന് ലയിക്കുകയും ജീവശേഷി വികാസം ആയിത്തീരുകയും ചെയ്യുന്നു. ഈ വിധത്തിലുള്ള കാരണോർജ്ജ വിനിയോഗത്തിന്റെ പുനരാവിഷ്കാരം സാധ്യമാക്കുന്ന പ്രവർത്തനഗതിയാവുന്നു റെക്കോർഡിംഗ് എന്ന തരത്തിലുള്ള സാങ്കേതികത അടിസ്ഥാനമാക്കിയ പ്രവർത്തനങ്ങളെല്ലാം. അതായത് പോയ കാലങ്ങളിൽ കേവലം സ്മൃതിയായി തലച്ചോറിൽ നിലകൊണ്ട് ജീവനിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളിലൂടെ മാത്രം ജീവനുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്ന സങ്കല്പങ്ങൾക്ക് ശാസ്ത്രം എന്ന കൃത്യതയുള്ള ഊർജവിനിമയം സാധ്യമാക്കുന്ന സാങ്കേതികതയിലൂടെ ജീവനുകളിലേക്ക് പടർന്നു കയറുന്നതിന് കഴിയുന്നു. ടേപ്പുകളും ഡിസ്കുകളും മറ്റുമായ റെക്കോർഡിങ്ങിൻ്റെ പരിവർത്തന ഘട്ടങ്ങൾ കടന്ന് ഹാർഡ് ഡിസ്കുകളിൽ നിക്ഷിപ്തമാക്കുന്ന സങ്കല്പവിശേഷങ്ങൾ ശ്രവ്യവും ദൃശ്യവുമാകുന്നതാകട്ടെ ശരീരം എന്ന പോലെ പ്രവർത്തിക്കുന്ന അത്രത്തോളമായ ഉപകരണത്തിലൂടെയാണ് താനും. ഇവിടെ മനുഷ്യന്റെ തലച്ചോർ എന്ന സ്ഥൂലാവസ്ഥയുടെ നിക്ഷിപ്ത ഗുണവിശേഷങ്ങൾക്ക് തുല്യമായ ആനുപാതികമായ അവസ്ഥയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഹാർഡ് ഡിസ്ക് എന്നത്. ഹാർഡ് ഡിസ്ക് എന്ന വികാസത്തിലേക്ക് എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ടേപ്പും റെക്കോർഡിംഗ് പ്ലേറ്റും പോലുള്ള ഉപകരണങ്ങൾ എന്നത് ഇന്നിൻ്റെ മനുഷ്യനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജീവഘട്ടങ്ങളുമായുള്ള സമാനതയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഊർജവിനിമയത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും ജീവപരിണാമം എന്ന കാര്യത്തിന് പിന്നിലുള്ള പ്രാപഞ്ചിക ലക്ഷ്യവും ഇത്തരത്തിൽ വ്യക്തമാവുന്ന സ്ഥിതിക്ക് മനുഷ്യൻ കലാസ്വാദനത്തിനും അറിവിൻ്റെ വർധനയ്ക്കുമായി ഉപയോഗപ്പെടുത്തുന്ന പഴയതും പുതിയതുമായ കണ്ടുപിടുത്തങ്ങൾ എന്ന ഉപകരണങ്ങൾ എല്ലാം തന്നെ ശരീരം എന്ന ജീവരൂപത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നതും എന്നാൽ ജീവരൂപത്തിൻ്റെയും ജീവന്റെയും അംശം തന്നെയായ ദൃശ്യതര വിശേഷങ്ങളും ആകുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കലാപ്രവർത്തനങ്ങളും ആസ്വാദനവും വിവേകപൂർണമായ കണ്ടെത്തലുകൾക്കും നിയമങ്ങൾക്കും കീഴിൽ എല്ലായ്പ്പോഴും നിയന്ത്രിതമായിരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യത ആയിത്തീരുന്നു. കല എന്ന അതീവ സൂക്ഷ്മോർജ വിനിമയമായി നാം എല്ലാം ആസ്വദിക്കുന്ന സ്വരവർണ്ണ പ്രപഞ്ചം നല്ലതിൻ്റെയോ ചീത്തയുടെയോ അവതാരമായിട്ടോ വിജയപരാജയങ്ങളായിട്ടോ രംഗത്തു വരുന്നു. അതായത് നാം ആയിരിക്കുന്ന ജീവനുകളിലേക്ക് പ്രകൃതി അത്തരത്തിൽ പ്രവേശിച്ച് നിക്ഷിപ്തമായി തീരുന്നു. ഇവിടെ ജീവനെ പരിണമിപ്പിക്കുന്ന സൂക്ഷ്മോർജ വിനിമയം സങ്കല്പം കൊണ്ട് ദുഷ്ടശക്തികളുടെ വിജയത്തിനായി ഉപയോഗപ്പെടുത്തുകയും അതിനെ ന്യായീകരിക്കുകയും എന്ന് വരുന്നുവെങ്കിൽ കലയെന്ന സങ്കല്പം മുഖാന്തരം ആസ്വാദക ജീവനുകളിൽ നിക്ഷിപ്തമാവുന്നത് വികല ന്യായങ്ങളുടെ ഊർജം ആയിരിക്കുമെന്ന് ബോധ്യപ്പെടാൻ കഴിയുന്നു. കാര്യകാരണബോധമുള്ള കല എന്ന ഊർജവിനിമയത്തിലൂടെ സാധ്യമാക്കുന്ന നീതിയിൽ അധിഷ്ഠിതമായ ജയമേതും ഈ കാലത്തോളം വന്നുപെട്ടിട്ടുള്ളതും സൂക്ഷ്മമായി ദുഷിപ്പായി പ്രകൃതിയിൽ നിലകൊള്ളുന്നതുമായ ഊർജത്തെ ദുർബലപ്പെടുത്തുന്ന സങ്കല്പവിശേഷങ്ങളുമാവുന്നു. ഇപ്രകാരം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ജീവൻ എന്താണ് ചെയ്യുന്നതെന്ന് സ്വയമായി അറിയുന്നില്ലെങ്കിൽ കൂടി കലാപ്രവർത്തനങ്ങളിലൂടെ നന്മയെന്ന സങ്കല്പശേഷിയായി നേട്ടങ്ങൾക്ക് അവകാശിയായി യഥാർത്ഥ കാരണോർജമായി തീരുന്നു. എന്നാൽ കലയുടെ അതുല്യ ലക്ഷ്യബോധം എത്രത്തോളവും എവിടെ വരെ എന്നും അതിൻ്റെ അനന്തമായ വിശാലതയുടെ മാസ്മരിക ശക്തി എന്താവുന്നുവെന്നും വേണ്ടും വണ്ണം തിരിച്ചറിയാനാവുക ആദ്യന്ത്യങ്ങൾ കണ്ടറിയുന്ന സമ്പൂർണ്ണ ജീവന്റെ സങ്കല്പങ്ങളെയും ലക്ഷ്യത്തെയും സ്വസങ്കല്പങ്ങളിലൂടെ ജീവനിൽ ആവാഹിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ മാത്രം സാധ്യമായി വരുന്നു.
അതുകൊണ്ട് തന്നെ കലാപരമായി ശേഷിയാർജിക്കുന്നതിനും നേട്ടങ്ങൾ സാധ്യമാക്കുന്നതിനും ഔന്നത്യം പ്രാപിക്കുന്നതിനും അസാധാരണമായ ശ്രദ്ധയും ഇച്ഛാശക്തിയും കണിശമായ സാധനയും ത്യാഗവും ഉണ്ടായിരിക്കേണ്ടതായി വരുന്നു. മനുഷ്യന്റെ ചരിത്രം എന്ന ജീവപരിണാമഗതിയിലേക്ക് നോക്കുമ്പോൾ കാണാനാവുക, കല എന്ന ഊർജതര മാധ്യമത്തെ സാംസ്കാരിക മുന്നേറ്റം സംഭവിച്ചിടങ്ങളിലെല്ലാം ആവുംവിധം വിപുലമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. പൂർവജന്മ സുഹൃതമായി ജീവനിൽ നിക്ഷിപ്തമായ അധികാരവും അവകാശവും ഉപയോഗിച്ച് ഭരണകർത്താക്കളും സമൂഹത്തിന്മേൽ നിയന്ത്രണമുള്ള പലരും ജീവന് വിപരീത പരിണതി സംഭവിക്കത്തക്ക വിധം കല എന്ന മാധ്യമത്തെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. ജീവന്റെയും ജീവിതത്തിൻ്റെയും അർത്ഥവും കാര്യകാരണങ്ങളും വ്യക്തമല്ലാതിരിക്കുന്ന സ്ഥിതിക്ക് ലഭ്യമായ അവസരങ്ങൾ കല എന്ന സാധ്യതയിലൂടെ ആവും വിധം മുതലാക്കിയതിൻ്റെ ഫലമായി ലോകമെമ്പാടും സാമൂഹിക ഘടനയെ തകരാറിലാക്കുന്ന പ്രവർത്തനഗതി സംജാതമാവുകയും ചെയ്തു. ഇവിധത്തിൽ പ്രാവർത്തികതയുടെ കരുത്തും അവതരണത്തിലെ സൗന്ദര്യവും എന്ന നിലയിൽ മിക്കപ്പോഴും ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ തുടിക്കുന്ന യൗവനങ്ങൾ എന്ന ഊർജ നിക്ഷിപ്തതയെയും ആണ്. യൗവനം എന്നത് വളർന്നു മുന്നേറുന്ന ജീവശേഷിക്ക് സാധ്യമാവുന്ന കേവലമായ പ്രാവർത്തികതയുടെ ഉന്നതാവസ്ഥ ആയതുകൊണ്ടു തന്നെ സൗന്ദര്യവും ശരീര ചലനയോഗ്യതയും ആ പ്രായത്തിൻ്റെ സവിശേഷതയായി നിലകൊള്ളുന്നു. ജ്ഞാനതരമായ ക്രമീകരണങ്ങളിലൂടെ സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ശരീരം എന്ന ഊർജം പരിവർത്തിതമായി കാരണതരമായ അറിവിലേക്കും അതുവഴി ജീവൻ ഔന്നത്യത്തിലേക്കും പ്രവേശിക്കേണ്ടുന്ന യൗവനത്തെ വഴിതിരിച്ച് യുവതയുടെ അവയവ പ്രദർശനങ്ങളും കാമകേളികളും വിധ്വംസക പ്രവർത്തനങ്ങളുമായി പരിവർത്തനം ചെയ്തപ്പോൾ ലഭ്യമായ ഫലം എന്നത് ഇന്ന് ലോകം എമ്പാടും കാണുന്ന പലവിധമായ അസ്വസ്ഥതകളാണ്. ജീവനെ എന്നേക്കും യോഗ്യതയില്ലാത്തതും അധപ്പതിച്ചതും ആക്കിത്തീർക്കുന്ന വ്യഭിചാരവും വഞ്ചനയും ഇക്കൂട്ടരുടെ തൊഴിലും ആവേശവും അങ്ങനെ സാമൂഹികമായ അനിവാര്യതയും ആയിത്തീർന്നുവെന്നും കാണാം. ഇത്തരത്തിൽ കർമ്മമെന്നും ഊർജമെന്നുമുള്ള നിലയിൽ യൗവനങ്ങൾ ആട്ടക്കാരും വ്യഭിചാരികളും ദ്രവ്യമോഹികളും സ്വാർത്ഥരും ആയിത്തീരുകയും ജീവിതലക്ഷ്യവും ജീവിതാർത്ഥവും അത്രത്തോളമായി നിജപ്പെടുകയും സങ്കല്പമായി ലക്ഷ്യമായി തലമുറകളുടെ അവകാശമായി ആ ഊർജം സൂക്ഷ്മമായി പ്രകൃതിയിൽ നിക്ഷിപ്തമായി തുടരുകയും ചെയ്തു വരുന്നു. സ്വാധീനവും ശക്തിയുമായി പ്രത്യക്ഷീഭവിക്കുന്ന മുൻപറഞ്ഞ സൂക്ഷ്മ നിക്ഷിപ്തതകളെ അനുകരിക്കുന്നവരും ആസ്വദിക്കുന്നവരുമായ പിന്തുടർച്ചക്കാർക്ക് തെളിയുന്ന ജീവിതഗതി എന്നത് അവിധ ജീവിതചര്യകളിലുള്ള അമിതാവേശവും ജീവിതലക്ഷ്യം എന്നതിലൂടെ സാധ്യമാക്കുന്ന ദുഷിച്ച പ്രവൃത്തികളും തലമുറകളുടെ സംസ്കാരവും ആയിത്തീരുകയും ചെയ്യുന്നു. മുൻപറഞ്ഞ വിധമുള്ള സങ്കല്പങ്ങളുടെയും പ്രവൃത്തികളുടെയും വ്യാപനത്തിലൂടെ പൂർണ്ണമല്ലെങ്കിൽ കൂടി കാര്യകാരണബോധം കുറെയെങ്കിലുമുള്ള പ്രബോധനങ്ങളും നിയമങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സമൂഹത്തിൽ എല്ലാ നന്മകളുടെയും കൂടപ്പിറപ്പ് എന്നതുപോലെ വ്യഭിചാരവും സ്വാർത്ഥതയും മോഷണവും ചതിയും ഒക്കെയായ തിന്മകൾ സാർവത്രികമായി പടർന്ന് കാലത്തിൻ്റെ യോഗ്യത എന്നതായി നിലകൊള്ളുകയും ചെയ്യുന്നു. അവിധമുള്ള ആസ്വാദ്യതയില്ലാത്ത ജീവിതം ബുദ്ധിഹീനവും അർത്ഥരഹിതവും ശേഷിക്കുറവുമായി സങ്കൽപ്പിക്കുന്നതിനു പോലും കാരണോർജം എന്ന നിലയിൽ ഉന്നതമായ സങ്കല്പ കർമ്മ പാരമ്പര്യത്തിൻ്റെ മേന്മ സമ്പാദിച്ചിട്ടുള്ള പിതൃശക്തികൾ ഇല്ലാതിരിക്കുന്നത് നിമിത്തം ഇടവരികയും ചെയ്യുന്നു. നൃത്തം, അഭിനയം തുടങ്ങിയ കലാപ്രകടനങ്ങൾ നടപ്പാക്കുന്നത് ശരീരചലനത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. ശരീര അവയവങ്ങളെ ഭാഗികമായും ശരീരം മൊത്തമായുമൊക്കെ ചലിപ്പിച്ച് സാധ്യമാക്കുന്ന കലാപ്രകടനങ്ങളിലൂടെ ജീവകാരണ വിശേഷങ്ങളായ പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സൂക്ഷ്മ ശക്തിവിശേഷങ്ങൾക്ക് അവസ്ഥാപരമായ മാറ്റം സംഭവിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
ഒരു ജീവശരീരത്തിൻ്റെ അവയവം പ്രപഞ്ചത്തിലുള്ള ഏതെങ്കിലുമൊരു കാരണശക്തിവിശേഷത്തിൻ്റെ പ്രാതിനിധ്യം ആയതുകൊണ്ട് തന്നെ ദുഷ്കൃത്യങ്ങൾക്ക് പ്രേരകവും അതുവഴി യുവതയെ വഴിതെറ്റിക്കുന്നതുമായ നൃത്യങ്ങളും സ്വരവിന്യാസവുമൊന്നും കല എന്ന നിലയിൽ ജീവനുകൾക്ക് ഗുണപ്രദമാവും വിധം പ്രകൃതിയിൽ നിക്ഷിപ്തമാവുന്നില്ല. പിതൃക്കളായി നിലകൊള്ളുന്ന ജീവശേഷികളുടെ സ്വാധീനത്താലല്ലാതെ ആർക്കും എന്തെങ്കിലുമായി പ്രവർത്തിച്ച് മുന്നേറുന്നതിന് അനാദികാലം മുതൽ ഒന്നൊന്നായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജീവപ്രവർത്തനങ്ങളുടെ അഖണ്ഡത നിമിത്തം സാധ്യമല്ലാതായി തീർന്നിരിക്കുന്ന അനുഭവഗതി എല്ലാ മനുഷ്യർക്കും ബാധകമായി തീരുന്നു. സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളുമായി ദുഷിച്ചുപോയ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി നന്മയുള്ള പ്രബോധനങ്ങളും നിയമങ്ങളും ഉണ്ടായാൽ തന്നെ അതിൻ്റെ മഹത്വമറിഞ്ഞും അനുഭവിച്ചും സഞ്ചരിക്കുന്നതിനൊപ്പം പഴയ ദുഷിപ്പിൻ്റെ ശക്തമായ സ്വാധീനം നിമിത്തം ജീവനുകൾ വഴിതെറ്റി പ്രവർത്തിക്കുന്നതിന് ഇടവരികയും ചെയ്യുന്നു. മിക്കപ്പോഴും വ്യക്തിബന്ധങ്ങളുടെയും സമൂഹത്തിൻ്റെയും സ്നേഹവിശ്വാസങ്ങളെ തകിടം മറിക്കുന്ന വഞ്ചനാപരമായ പ്രവൃത്തികളുടെ പിൻബലം ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നതായി തിരിച്ചറിയാനുമാവുന്നു. ശക്തരും പ്രബലരുമായ ഭരണകർത്താക്കളും സ്വാധീനശക്തികളും ഒക്കെയായ ശേഷിയുള്ള ജീവനുകൾ വഴി സംസ്ഥാപിതമായി പ്രകൃതിയുടെ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥ ആയിത്തീർന്നിരിക്കുന്നതുകൊണ്ട് ദുഷിച്ചതും ഗുണകരമല്ലാത്തതും എങ്കിലും ഈ സങ്കല്പങ്ങളെയും പ്രവർത്തനഗതിയെയും ഇല്ലാതാക്കുക എന്നത് മിക്കവാറും അസാധ്യമായി തന്നെ ഇരിക്കുന്നു. എന്നാൽ കാര്യകാരണങ്ങൾ വ്യക്തമാക്കുന്ന, അതായത് മുൻപറഞ്ഞ ശേഷികൾക്ക് സാധ്യമായ അറിവിനേക്കാൾ മുന്തിയ അറിവ് സാധ്യമാവുമ്പോൾ ആ അറിവ് എന്ന ആസ്വാദന മണ്ഡലം ശക്തി പ്രാപിക്കുകയും അതിൻ്റെ പ്രാവർത്തികത നിലവിലുള്ളതിനെ ഇല്ലായ്മ ചെയ്യുന്ന സ്ഥിതി സംഭവിക്കുകയും ചെയ്യും. ഉയർന്ന ശേഷിക്കും ആ ശേഷിക്കൊത്ത പ്രാവർത്തികതയ്ക്കും മുമ്പിൽ താഴുന്നതിന് നിലനിൽപ്പ് ഇല്ലാതായി തീരുന്നത് പ്രാപഞ്ചികമായ പ്രവർത്തനഗതി തന്നെയാണ്. ഇക്കാലത്തോളം ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയായി പറഞ്ഞും ചെയ്തും വെച്ചിരിക്കുന്ന അറിവുകൾ എന്ന സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങളും ഏറെ തെറ്റിദ്ധാരണകളും അനിശ്ചിതത്വവും പേറി നിൽക്കുന്നതായാണ് കാണാനാവുക. ആത്മാവിൻ്റെ ഉന്നതിക്കും ജീവൻ്റെ മുക്തിക്കുമായുള്ള പദ്ധതികളും അനുഷ്ഠാനങ്ങളുമായി നിലകൊള്ളാൻ മാത്രം കഴിയും വിധമുള്ള യുക്തിഭദ്രതയും ശാസ്ത്രീയതയും ഒന്നുമില്ലാത്ത അവ്യക്തതയായി നിലവിലുള്ള ആധ്യാത്മിക വിചാരം എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പ്രവൃത്തികളും സങ്കല്പങ്ങളും ജീവനെ മാത്രം ബാധിക്കുന്നതും പരിണമിപ്പിക്കുന്നതുമായതുകൊണ്ട് ആത്മീയവും ഭൗതികവും എന്ന വേർതിരിവ് തന്നെ അർത്ഥരഹിതമായി വരികയും ചെയ്യുന്നു. ജീവനെ സംബന്ധിക്കുന്ന വ്യക്തമായ നിർവചനങ്ങൾ യുക്തിഭദ്രവും ശാസ്ത്രീയവുമായി സാധ്യമാക്കാൻ കഴിയാതിരിക്കുന്ന ആധ്യാത്മികത ജീവിതത്തെയും കലയെയും വീക്ഷിച്ചതിൽ സ്വാഭാവികമായ വൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാനുമാവുന്നു. ജീവകാരണശക്തിയായ ഏകത്വത്തിൻ്റെ വിവരണക്കാരും പ്രചാരകരുമായ ഗുരുപരമ്പരകൾ പോലും കല എന്ന ശക്തമായ മാധ്യമത്തെ എടുത്ത് വിനിയോഗിച്ചപ്പോഴാകട്ടെ കാര്യകാരണ ബോധമില്ലായ്കയുടെ ഉൽപ്പന്നമായ തനത് സ്വാർത്ഥതയിലൂടെ കേവലമായ ഭക്തിപ്രചരണവും പരസ്പരം മത്സരിക്കുന്ന മതം വളർത്തലും ആയിത്തീരുകയും ചെയ്തു. വ്യത്യസ്ത സമൂഹങ്ങളിലെയും വ്യത്യസ്ത ജനപഥങ്ങളിലെയും പൊതുവായ നന്മയെ ദർശിക്കുവാൻ കഴിയാതിരിക്കുന്ന ഇവരുടെ ഇടയിലെ മത്സരങ്ങൾ കല എന്നതിന് അർത്ഥരഹിതമായ ആസ്വാദ്യത എന്ന ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കുന്നതിന് മാത്രം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. വിചാരപരമായ വ്യക്തതയില്ലായ്മയുടെ ഫലമായി കല എന്നത് ജീവരൂപങ്ങൾക്ക് ആടിത്രസിക്കാനും ജീവിതത്തെ കേവലമായ ആഹ്ലാദമാക്കി മരണം വരെ കൊണ്ടെത്തിക്കാനുമുള്ള ഒരു സംഗതിയായി ഇന്ന് നിലനിൽക്കുന്നു.